കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് US നടത്തിയ വമ്പൻ രക്ഷാദൗത്യം ചർച്ചയായതോടുകൂടി തന്നെ ഇതിന് പിന്നിലെ സൃഷ്ടാവിനെ തപ്പുകയായിരുന്നു ലോകം. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ഇന്ത്യക്കാരനാണ് എന്നുള്ള ഒരു സത്യമാണിപ്പോൾ, അല്ലെങ്കിൽ അത്തരം ഒരു തരത്തിലുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രവർത്തനം സരോണിക് ടെക്നോളജീസിലേക്കും അതിന്റെ സ്ഥാപകനുമായ ചീഫ് ടെക്നോളജി ഓഫീസറും കൂടിയായ വിഭവ് ആൾട്ടേക്കറിലേക്കാണ് അത് എത്തിയിരിക്കുന്നത്. ടെക്സാസ് ആസ്ഥാനമായുള്ള കമ്പനിയുടെ സഹസ്ഥാപകനും ചീഫ് ടെക്നോളജി ഓഫീസറുമാണ് വിഭവ് ആൾട്ടേക്കർ. ഇതോടുകൂടി തന്നെ US ഇന്ത്യ ബന്ധത്തിന്റെ കൂടുതൽ ശക്തമായ ഒരു വശം ഇവിടെ കൂടുതൽ മറനീക്കി അല്ലെങ്കിൽ ഇത് തെളിയുന്നതായി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്രതിരോധ സാങ്കേതിക വിദ്യാ കമ്പനി സരോണിക് ടെക്നോളജീസ് അദ്ദേഹം കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കുകയാണ് ചെയ്തത്. സരോണിക്കിന്റെ സ്വയംഭരണ സംവിധാനങ്ങളുടെയും സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിന്റെയും വികസനത്തിന് ആൾട്ടേക്കർ മേൽനോട്ടം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ വെബ്സൈറ്റ് അനുസരിച്ചുകൊണ്ട് അദ്ദേഹമാകട്ടെ ഒരു പേർഷ്യൻ നാവിഗേഷൻ മെഷീനർ, അതുപോലെ ലോണിംഗ്, കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം, അതുപോലെ തന്നെ ഇന്റഗ്രേഷൻ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. മുന്നോട്ടുള്ള വ്യവസായ എഞ്ചിനീയറിംഗ് ഉൽപ്പന്നം, പ്രത്യേക പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെയുള്ള സോഫ്റ്റ്വെയർ ടീമുകളെ കൂടെ അദ്ദേഹം നയിക്കുന്നതായി തന്നെ ഇതിലൂടെ കണ്ടെത്താൻ സാധിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ചില വാർത്താ ഏജൻസികൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം ഒരു സ്വയംഭരണ സംവിധാനങ്ങളിൽ വൈവിധ്യമുള്ള ഒരു വ്യക്തി കൂടിയാണ്, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആണ് എന്നതാണ് വ്യക്തമാക്കുന്നത്. സമുദ്ര സാങ്കേതിക വിദ്യ സരോണിക്കിന്റെ സ്ഥാപകനായിരുന്നതിന് മുൻപേ തന്നെ അദ്ദേഹം നിരവധി US പ്രതിരോധ സാങ്കേതിക പരിപാടികളിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ്. അതേസമയം ഹോർമൂസ് കടലിടുക്കിൽ തകർന്നു വീണ US സേന ഹെലികോപ്റ്ററിലെ പൈലറ്റുമാരെ രക്ഷിച്ചത് ഈ ഡ്രോൺ ബോട്ടാണ്. ആളില്ല ആകാശ വാഹനങ്ങളായ ഡ്രോണുകൾ, അതുപോലെ തന്നെ സമുദ്ര ഉപരിതലത്തിൽ നീങ്ങുന്ന ആളില്ല കപ്പലുകളെയാണ് ഇത്തരത്തിൽ ഡ്രോൺ ബോട്ടുകൾ എന്ന് വിളിക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ, അതായത് കഴിഞ്ഞ ദിവസം രാവിലെ ഹോർമൂസിൽ തകർന്നു വീണ US അപ്പാച്ചെ ആക്രമണ ഹെലികോപ്റ്ററിലെ പൈലറ്റുമാർക്കായുള്ള രക്ഷാദൗത്യത്തിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഈ ഒരു കോർസെയർ എന്ന ഡ്രോൺ അത് രക്ഷകനായി തന്നെ എത്തുകയും ഈ ഒരു ദൗത്യത്തിൽ പങ്കാളിയാവുകയും ചെയ്തത്. ഇന്ത്യൻ വംശജനായ വൈഭവ് ആൾട്ടേക്കർ എന്ന സ്ഥാപകനാണ് ഈ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുകയും അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിലൊരു ഡ്രോൺ ബോട്ട് രൂപകൽപ്പന ചെയ്തെടുത്തതെന്നതാണ് മറ്റൊരു വശമായി തന്നെ ഇവിടെ സൂചിപ്പിക്കുന്നത്. മനുഷ്യരായ ഓപ്പറേറ്റർമാർ വിദൂരമായി തന്നെ നിയന്ത്രിച്ച സ്വയം പ്രവർത്തിക കപ്പൽ ഉപയോഗിച്ചുള്ള US ആദ്യ രക്ഷാദൗത്യമാണിതെന്നതാണ് സെൻട്രൽ കമാൻഡ് വക്താവ് ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം. അതേസമയം 2022 സെപ്റ്റംബറിലാണ് സറോണിക് ടെക്നോളജീസ് സ്ഥാപിച്ചത്. കാലിഫോർണിയ സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച വൈഭവ് ആകട്ടെ സറോണിക് ടെക്നോളജീസിന്റെ ചീഫ് ടെക്നോളജി ഓഫീസർ കൂടിയാണ്. അതേപോലെ തന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ പ്രകാരം സറോണിക് ടെക്നോളജീസിന് ഡ്രോൺ ബോട്ടുകളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് US നാവികസേനയുമായി $39.2 കോടി കരാറുണ്ട്. അതേപോലെ തന്നെ ടെക്സാസിലെ ആ ഒരു ഓസ്റ്റിനിലാണ് കമ്പനിയുടെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത്. കൂടാതെ തന്നെ അവരുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ പ്രകാരം സ്വയംഭരണ ഉപരിതല കപ്പലുകൾക്കായി തന്നെ US നാവികസേനയുമായി $392 ബില്യൺ ഉൽപാദന കരാർ അവർ കൈവശം വെച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന കോർസെയർ കപ്പൽ 24 അത്തരത്തിൽ 24 അടി നീളമുള്ളതും 1000 പൗണ്ട് വരെ ഭാരം വഹിക്കാൻ സാധിക്കുന്ന 1000 നോട്ടിക്കൽ മൈലിലധികം സഞ്ചരിക്കുവാനും കഴിവുള്ളതുമായ ഒരു സ്വയംഭരണ ഉപരിതല കപ്പലാണിത്. ഇതിന് 35 നോട്ടിക്കൽ കൂടുതൽ വേഗത കൈവരിക്കാൻ കഴിയുമെന്നും കൂടാതെ തന്നെ സമുദ്ര പ്രവർത്തനങ്ങളിൽ സ്വയംഭരണ സംവിധാനങ്ങളെ സംയോജിപ്പിക്കാനുള്ള US സൈന്യത്തിന്റെ വിശാലമായ ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ആ ശ്രമത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിട്ട് തന്നെ ഇതിന്റെ ഹോർമൂസ് രക്ഷാപ്രവർത്തനത്തെ കാണുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നിരീക്ഷണത്തിനും രഹസ്യ അന്വേഷണത്തിനും മാത്രമല്ല മനുഷ്യ ജീവിതങ്ങൾ ഉൾപ്പെടുന്ന യഥാർത്ഥ ലോക രക്ഷാപ്രവർത്തനങ്ങൾക്ക് പോലും ഇത്തരത്തിൽ സ്വയംഭരണ കപ്പലുകൾ എങ്ങനെ ഉപയോഗിക്കുമെന്നത് ഇതിവിടെ തെളിയിക്കുന്നതായി തന്നെ കണക്കാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.